ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് നിങ്ങളെയും മറവ് ചെയ്തു. മാറി നിൽക്കണേ. ഇനി നിങ്ങൾക്ക് സ്വാമികളുടെ കൊന്തൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മരണം നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വാമികൾക്ക് പോകാനുള്ളത് സ്വർഗമാണ്. അതേ സമയത്ത് നിങ്ങൾക്ക് പോകാനുള്ളത് നരകമാണ്. ആ നരകം കിട്ടാതിരിക്കണോ? അതിനുവേണ്ടിയാണ് പരിശുദ്ധ റമദാൻ നമുക്ക് നൽകിയത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിന്റെ ഓരോ ലംഘനങ്ങളിലും ഓരോ സെക്കൻഡുകളിലും അല്ലാഹുവിന്റെ ഇബാദത്തിനെ പടച്ചവൻ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെന്ത് വേണം? റബ്ബേ, എന്റെ നരകം സഹിക്കാൻ എനിക്ക് താക്കത്തില്ല, നീ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് ഉത്കടമായ ഒരു ആഗ്രഹം നമുക്കുണ്ടാവണം. ചെയ്തുപോയ ദോഷങ്ങളിൽ നിന്ന് ആ ദോഷങ്ങളെ പുറത്തു കിട്ടുന്നതിന് വേണ്ടി റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. വിശുദ്ധ ഖുർആൻ പരിശോധിക്കൂ. മഹാന്മാരാകുന്ന ഖുലഫാഉർ റാഷിദുകൾ, അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം തന്നെ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖുർആൻ മിൻ അവലിഹി ഇലാ ആഖിരിഹി, ഖുർആനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ ഓതി നോക്കുമ്പോൾ അല്ലാഹുവിന്റെ വചനങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന വചനം ഏതാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു വചനമുണ്ട്. ഏതാണ് ആ വചനം? എന്ന വചനമാണ്. അവിടുന്ന് അടിയാന്മാരോട് പറഞ്ഞു കൊടുക്കണം, ഏതൊരാളും അവനവന്റെ പ്രകൃതിക്കനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരാൾക്ക് എനിക്ക് വല്ലാത്ത പ്രതീക്ഷ നൽകുന്നുണ്ട്. പറയുകയാണ് കാര്യമെന്ന്. മനുഷ്യരുടെ സ്വഭാവം, അല്ലാഹുവിന്റെ അടിമകളുടെ സ്വഭാവം സ്വാഭാവികമായും അകത്തിൽ അല്ലാഹുവിന്റെ പ്രകൃതിയോ പടച്ചറപ്പിന്റെ പ്രകൃതി മഹത്വത്താണ്. പുറത്തു തരിക എന്നുള്ളത് അല്ലാഹുവിന് ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഈ വചനമാണ് എന്റെ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രതീക്ഷ നൽകുന്നതെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, എനിക്ക് പ്രതീക്ഷ ഏതാണത്? ഈ ആയത്താണ് എനിക്ക് കരുത്ത് നൽകുന്നത്. എന്തേ? ദോഷങ്ങളും പുറത്തു തരുന്നവനാണ് അല്ലാഹു. ഇതാണല്ലോ പടച്ചവൻ ആദ്യം തന്നെ പറഞ്ഞത്. സ്വീകരിക്കുന്നവനാണ് അല്ലാഹു എന്ന് പറയുന്നതിന്റെ മുന്നേ ഓ മനുഷ്യന്റെ അരികിൽ സംഭവിച്ചു പോയിട്ടുള്ള അരുതായ്മകൾ, ആ പ്രശ്നങ്ങൾ തീർത്തു തരുന്നവനാണ് അല്ലാഹു. ഇതാണല്ലോ ആദ്യം പറഞ്ഞത്. അതേ പ്രകാരം തന്നെ അവന്റെ അതിശക്തമായ ശിക്ഷയെ കുറിച്ച് പറഞ്ഞപ്പോ അതിനെ മുമ്പോട്ട് വെച്ചില്ലല്ലോ. അത് ഏറ്റവും അവസാനമാണല്ലോ പറഞ്ഞത്. ആദ്യം കൊണ്ടുവന്നത് ദോഷം കൊടുത്തു നിൽക്കുന്നവൻ എന്നാണല്ലോ. ഇത് എനിക്ക് വല്ലാത്ത പ്രതീക്ഷ നൽകുന്നു എന്ന് പറഞ്ഞപ്പോ എന്തൊരു മനോഹരമായ ചർച്ചയാണ്. ഭൂമിയുടെ ഉപരിതലത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠന്മാരാകുന്ന ആളുകൾ ആ മഹാന്മാരുടെ ചർച്ചയുടെ വിഷയം നോക്കൂ നിങ്ങൾ. അവരുടെ മെറ്ററുകളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതേ അവിടുന്ന് പറയുകയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ആയത്ത് ഏതാണ്? അന്നീ അൽ ഗഫൂറുർ റഹീം.